കോൺഗ്രസിൽ ഇപ്പോൾ ചേരിതിരിഞ്ഞ് വലിയ തർക്കം നടക്കുകയാണ്. ഒരു ഭാഗത്ത് കെ സുധാകരനും കെ മുരളീധരനും ഒപ്പം രമേശ് ചെന്നിത്തലയും, മറുഭാഗത്ത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് വി.ഡി. സതീശൻ മറുതലയ്ക്കൽ. കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് പ്രശ്നം? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിനു പിന്നാലെ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവിനെയും KPCC അധ്യക്ഷനെയും ഒക്കെ മാറ്റി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്നു. KPCC അധ്യക്ഷനായി കെ സുധാകരൻ എത്തുന്നു. പ്രതിപക്ഷ നേതാവായി യുവമുഖമായി വി.ഡി. സതീശൻ എത്തുന്നു. നാളിതുവരെ പാർട്ടി അങ്ങനെ വേണ്ട രീതിയിൽ പരിഗണനകളൊന്നും നൽകിയിട്ടില്ലാത്ത നേതാവാണ് വി.ഡി. സതീശൻ. പക്ഷേ തന്റെ വ്യക്തിപരമായ സമീപനം കൊണ്ടും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊണ്ടും ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് തന്നെ വി.ഡി. സതീശനെ പറയാം. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പാർട്ടിക്ക് എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയൂ. അന്നുവരെ സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചിട്ടില്ലാത്ത ജനങ്ങളെല്ലാം സഭ വീക്ഷിക്കുവാൻ തുടങ്ങി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. സഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലുവാൻ കഴിയുന്ന തരത്തിലേക്ക് വാക്സാമർത്ഥ്യത്തോടുകൂടി വസ്തുതാപരമായി സംസാരിക്കുന്ന വി.ഡി. സതീശൻ. പ്രതീക്ഷയായിരുന്നു ആ പ്രതിപക്ഷത്തോട് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും. മുഖ്യമന്ത്രിക്കെതിരെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ മന്ത്രിമാർക്കെതിരെയും ചാട്ടുളി പോലത്തെ ചോദ്യങ്ങൾ ഉയർത്തുന്ന വി.ഡി. സതീശന് അങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്ന മുഖച്ഛായ, പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം എന്തുകൊണ്ടും അർഹിക്കുന്നതാണ് എന്ന് പറയാതെ പറയുവാൻ കഴിയുന്നത് തന്നെയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. താഴെത്തട്ടിൽ നിന്ന് മുകൾ തട്ട് വരെയുള്ള എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഫലവും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിനും പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിനും പിന്നീട് അങ്ങോട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് വമ്പൻ വിജയം തന്നെയാണ് നേടാൻ സാധിച്ചത്. അതിന്റെ പ്രധാന കാരണം വി.ഡി. സതീശൻ തന്നെയാണ്. എന്നാൽ അതിന്റെ ഒന്നും ക്രെഡിറ്റ് നാളിതുവരെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല. ജയിച്ചാൽ അത് പാർട്ടിയുടെ കരുത്താണെന്നും പരാജയപ്പെട്ടാൽ അത് ഒരു സംഘടനാ നേതാവെന്ന തരത്തിൽ തന്റെ പരാജയമാണെന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നട്ടെല്ല് നിവർത്തി പറഞ്ഞ നേതാവ് തന്നെയാണ് വി.ഡി. സതീശൻ. ഒരു തെരഞ്ഞെടുപ്പിനെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ ഒരു നൈപുണ്യമുള്ള നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ 100% നീതി പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് വി.ഡി. സതീശൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയോടുകൂടി ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ അറ്റാക്ക് നടത്തിയ നേതാവാണ് വി.ഡി. സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ന്യൂനപക്ഷ വോട്ടർമാരെ തൃപ്തിപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതിന് ആരെ പരിഗണിക്കണമെന്ന ചോദ്യത്തിന് വി.ഡി. സതീശന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് ഷാഫി പറമ്പലിനെ വടകരയിൽ കൊണ്ടുവന്ന് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. എതിരാളിയായ കെ ശൈലജ ടീച്ചറിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയുന്ന കരുത്ത് ഷാഫി പറമ്പലിനുണ്ട് എന്ന ബോധ്യം തന്നെയാണ് വി.ഡി. സതീശനെ കൊണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കത്തിന് നേതൃത്വം നൽകുവാൻ സാധിച്ചത്. അങ്ങനെ 20-18 മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് അറിയിക്കേണ്ട പ്രശ്നങ്ങൾ കൃത്യമായ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് വി.ഡി. സതീശൻ തന്റെ നവമാധ്യമ പേജുകളിലൂടെ. അതിനോടൊപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാ ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകുന്ന പ്രതിപക്ഷ നേതാവ്, ഒരു ചോദ്യത്തിൽ നിന്ന് പോലും ഒളിച്ചോടിയിട്ടില്ലാത്ത നേതാവ്. തനിക്കെതിരെ ഏറ്റവും ഒടുവിൽ ഈ വിവാദം ഉണ്ടായപ്പോഴും അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ വാക്കുകളായിരുന്നു. തന്റെ പാർട്ടിയെ വിശ്വസിക്കുന്ന, പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ തന്റെ വായിൽ നിന്ന് വീഴില്ല. പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ഒരാളല്ല. വിമർശനങ്ങൾക്ക് വിധേയനാകേണ്ട ആള് തന്നെയാണ്. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തേണ്ട ആള് തന്നെയാണ്. അത് തിരുത്തി മുൻപോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന ആർജവത്തോടു കൂടി പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ എന്ന് തന്നെ പറയാം. എന്താണ് വി.ഡി. സതീശൻ ചെയ്ത തെറ്റ്? അത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. 21 അങ്ങനെ തകർന്നടിഞ്ഞിരുന്ന പാർട്ടിയെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കൃത്യമായ നേതൃനിരയിൽ നിന്ന് നയിച്ച് മുൻപോട്ട് കൊണ്ടുവന്നതോ, ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുത്തതോ, താഴെത്തട്ടിൽ നിന്ന് മുകൾ തട്ട് വരെയുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ട് ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കിയതോ? എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? സഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തതോ? എന്താണ് വി.ഡി. സതീശൻ ചെയ്ത തെറ്റ്? അത് പറയേണ്ടത് തന്നെയാണ്.
ഭരണപക്ഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില വാക്കുകളുണ്ട്. കർക്കശക്കാരൻ, ദേഷ്യക്കാരൻ, അങ്ങനെ പലതും. എന്നാൽ വി.ഡി. സതീശനെതിരെയും അത്തരത്തിൽ ചില വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ തകർത്തെറിയുവാൻ ശ്രമിക്കുന്ന ഒരു പറ്റം നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ് എന്നതിന് പ്രസക്തി ഏറെയാണ്. ഒരുപക്ഷെ പാർട്ടിക്കുള്ളിലും പുറത്തും ജനസ്വീകാര്യത ഏറെയുള്ള വി.ഡി. സതീശൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുവാൻ യോഗ്യനായി മാറിയ നേതാവ് എന്ന തരത്തിൽ മുൻപോട്ട് വരുമോ എന്ന ഒരു ഭയം അവരുടെ ഉള്ളിൽ നിഴലിക്കുന്നുണ്ടാകാം. അതല്ല എങ്കിൽ താൻ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെല്ലാം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്ന നൈപുണ്യമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനായി മാറുന്നതിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്താണ് വി.ഡി. സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു വലിയ ആരോപണങ്ങൾ ഉരുത്തിരിഞ്ഞതിന്റെ പ്രധാന കാരണം? കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രതിപക്ഷം തന്നെയാണ് കോൺഗ്രസ്. അതിന് പ്രധാന കാരണം വി.ഡി. സതീശൻ തന്നെയാണ്. സംഘടനാപരമായ കാര്യങ്ങളിലും പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന രീതിയിലും പാർട്ടിക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുൻപോട്ട് പോകുന്ന വി.ഡി. സതീശനെ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് എന്ന് തന്നെ പറയാം. മിഷൻ 25 എന്നൊരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് 26 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജമായ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പാർട്ടിയുടെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതി രൂപീകരിച്ചതാണോ വി.ഡി. സതീശൻ ചെയ്ത തെറ്റ്? അതുമല്ല, പാർട്ടിയെ സജ്ജമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം പാർട്ടിയെ പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ട കൃത്യമായ പദ്ധതിക്ക് രൂപം നൽകിയതോ? മറുപടി നൽകേണ്ടതായുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ. ഇനി ഈ പോരെല്ലാം കണ്ടു രസിക്കുന്ന മറ്റൊരു വിഭാഗവും കോൺഗ്രസിലുണ്ട്. ഇവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് പ്രതീക്ഷയായി മാറിയ ഒരു പ്രതിപക്ഷമുണ്ടായത് വി.ഡി. സതീശനിലൂടെ തന്നെയാണ്. അതിൽ സംശയം ഒന്നും തന്നെയില്ല.